ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ചിത്രങ്ങളിലെ നിഗൂഢമായ ചുവന്ന പൊട്ടുകൾക്ക് പിന്നിലെ രഹസ്യം കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റി ഗവേഷകർ വെളിപ്പെടുത്തുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പ്രവർത്തനക്ഷമമായതിനുശേഷം അതിലെ ചിത്രങ്ങളിലെ ചെറിയ ചുവന്ന പൊട്ടുകൾ ലോകമെമ്പാടുമുള്ള ഗവേഷകരെ അമ്പരപ്പിച്ചിരുന്നു. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഈ ടെലിസ്കോപ്പിൽ നിന്നുള്ള ചിത്രങ്ങളിൽ കണ്ട ഈ ചുവന്ന പൊട്ടുകൾ എന്താണെന്നുള്ള ചോദ്യം ഗവേഷകർക്ക് ഒരു പ്രഹേളികയായിരുന്നു. പ്രപഞ്ചത്തിന് ഏതാനും ദശലക്ഷം വർഷങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ ഈ ചെറിയ ചുവന്ന പൊട്ടുകൾ കാണാമായിരുന്നു. എന്നാൽ 1 ബില്യൺ വർഷത്തിനുശേഷം അവ അപ്രത്യക്ഷമായി. ചില ശാസ്ത്രജ്ഞർ ഇത് വലിയ താരാപഥങ്ങളാണെന്ന് വാദിച്ചു. എന്നാൽ മഹാവിസ്ഫോടനത്തിനുശേഷം അവയുടെ പരിണാമത്തിന് വേണ്ട സമയം വെച്ച് നോക്കുമ്പോൾ ഈ സിദ്ധാന്തം ശരിയായില്ല. 2 വർഷത്തെ നിരന്തരമായ വിശകലനത്തിനുശേഷം കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയിലെ നീൽസ് ബോർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോസ്മിക് ഡോൺ സെന്റർ ഗവേഷകർ ഇതിനുള്ള ഉത്തരം കണ്ടെത്തി. ഈ ചെറിയ ചുവന്ന പൊട്ടുകൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഭാസമായ തമോദ്വാരങ്ങളാണെന്ന് ഗവേഷകർ കണ്ടെത്തി. പ്രപഞ്ചത്തിലെ ആദ്യത്തെ തമോദ്വാരങ്ങൾ എങ്ങനെ രൂപപ്പെട്ടുവെന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഈ കണ്ടെത്തൽ നൽകുന്നു. 100 കണക്കിന് ചെറിയ ചുവന്ന പൊട്ടുകൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ യുവ തമോദ്വാരങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു. മുമ്പ് വിശ്വസിച്ചിരുന്നതിനേക്കാൾ 100 മടങ്ങ് ഭാരം കുറഞ്ഞ യുവ തമോദ്വാരങ്ങളാണ് ഇവ. വാതകം നിറഞ്ഞ ഒരു കൂട്ടിൽ പൊതിഞ്ഞ് വളരുന്നതിനായി അവ അതിനെ ഭക്ഷിക്കുന്നു. ഈ വാതകം കഴിക്കുന്ന പ്രക്രിയയിലുണ്ടാകുന്ന വലിയ ചൂട് ആ കൂടിനുള്ളിലൂടെ പുറത്തേക്ക് പ്രസരിക്കുന്നു. ഇതാണ് ഈ ചെറിയ ചുവന്ന പൊട്ടുകൾക്ക് അവയുടെ അതുല്യമായ ചുവന്ന നിറം നൽകുന്നത്. തമോദ്വാരങ്ങൾ അവയുടെ സമീപത്തുള്ള എല്ലാം വിഴുങ്ങുന്നു. എന്നാൽ അവയുടെ ഈവൻ ഹൊറൈസൺ വലുതല്ലാത്തതിനാൽ വാതകം വളരെ ഉയർന്ന താപനിലയിൽ ചൂടാകുകയും തിളക്കമുള്ള പ്രകാശം പുറത്തുവിടുകയും ചെയ്യുന്നു. വാതകം തമോദ്വാരത്തിലേക്ക് ചുരുണ്ടു വീഴുമ്പോൾ അത് വളരെ വേഗത്തിലാകുകയും ദശലക്ഷക്കണക്കിന് ഡിഗ്രി ചൂട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ വാതകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ തമോദ്വാരം വിഴുങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളവ കറങ്ങുന്നതിനനുസരിച്ച് ധ്രുവങ്ങളിലൂടെ പുറത്തേക്ക് തെറിച്ചുപോകുന്നു. അതുകൊണ്ടാണ് തമോദ്വാരങ്ങളെ അലങ്കോലമായ ഭക്ഷണപ്രിയർ എന്ന് വിളിക്കുന്നത്. ഈ പുതിയ കണ്ടെത്തൽ തമോദ്വാരങ്ങളുടെ ആദ്യകാല വളർച്ചയിലേക്ക് വെളിച്ചം വീശുന്നു. മഹാവിസ്ഫോടനം കഴിഞ്ഞ് 700 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ 1 ബില്യൺ മടങ്ങ് കൂടുതൽ ഭാരമുള്ള സൂപ്പർമാസീവ് തമോദ്വാരങ്ങൾ ഉണ്ടാകുന്നു എന്നതിനും ഈ കണ്ടെത്തൽ ഉത്തരം നൽകുന്നു. തമോദ്വാരങ്ങളുടെ വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ അവയെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പഠനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ സുപ്രധാന കണ്ടെത്തൽ നേച്ചർ മാസികയുടെ മുൻ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.